നമസ്തേ. IPL ആവേശത്തിലേക്ക് സ്വാഗതം. IPLിലെ രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ ഇന്ന് ഹൈദരാബാദിനെ നേരിടും. ജയിക്കുന്ന ടീമാകും ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ എതിരാളികൾ. ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയമാണ് രണ്ടാം ക്വാളിഫയറിന് വേദിയാവുക. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും കരുത്തരാണെങ്കിലും നിലവിലെ ഫോമാണ് ഇരു ടീമുകളെയും വലയ്ക്കുന്നത്. ഇരു ടീമുകളും 19 തവണ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ 10 തവണ ഹൈദരാബാദും 9 തവണ രാജസ്ഥാനും ജയിച്ചു. പക്ഷേ ചെന്നൈയിലെ കണക്കുകൾ ഹൈദരാബാദിന് വലിയ പ്രതീക്ഷ നൽകുന്നതല്ല. എന്തുതന്നെയായാലും ഈ മത്സരത്തിൻ്റെ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൻ്റെ ഒരു വിശദ വിവരങ്ങൾ നമുക്ക് നൽകുന്നതിനായി മാച്ച് റഫറിയും ക്രിക്കറ്റ് നിരീക്ഷകനുമായ പി രംഗനാഥൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇന്ന് നടക്കാൻ പോകുന്ന മത്സരം പരിശോധിക്കുകയാണെങ്കിൽ ഇരു കൂട്ടർക്കും നിർണായകമാണ്. ജയിക്കുന്ന ടീം ഇന്ന് ഫൈനലിൽ പ്രവേശിക്കും, കൊൽക്കത്തയെ നേരിടും. എങ്ങനെയാണ് ഇന്നത്തെ മത്സരത്തെ സാർ നോക്കിക്കാണുന്നത്? നല്ല മത്സരം, അതാണ് ആദ്യമായിട്ട് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ചെപ്പോക്കിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടുമ്പോൾ അവരുടെ ഒരു ന്യൂട്രൽ വെന്യൂ, അത് മാത്രമല്ല MA ചിദംബരം സ്റ്റേഡിയം എപ്പോഴും ബൗളർമാർക്കും കൂടി പിന്തുണ നൽകുന്ന ഒരു പിച്ചാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് ഇരു ടീമുകളിലെയും കരുത്തരായിട്ടുള്ള ബൗളർമാർ, പ്രത്യേകിച്ച് രാജസ്ഥാൻ റോയൽസിന്റെ കരുത്ത് തന്നെ അവരുടെ ബോളിംഗ് അറ്റാക്കാണ്. ട്രെന്റ് ബോൾട്ടും അശ്വിൻ, സ്വന്തം തട്ടകമാണ് ചെന്നൈ. അപ്പൊ അശ്വിനെ പോലെയുള്ള ഒരു ബോളർമാർ എങ്ങനെയാണ് അവിടെ പന്തെറിയുക? അത് മാത്രമല്ല ബാറ്റിങ്ങിന്റെ കാര്യത്തിലും സൺറൈസേഴ്സ് 2 ഓപ്പണേഴ്സ്, പ്രത്യേകിച്ച് ട്രാവിസ് ഹെഡ് എന്നുള്ള ഓസ്ട്രേലിയൻ ഓപ്പണറും കൂടാതെ അഭിഷേക് ശർമ്മ, ഭാരതത്തിന്റെ ഓപ്പണറായിട്ടുള്ള അഭിഷേക് ശർമ്മ, ഈ 2 പേരുടെയും തുടക്കമായിരിക്കും ഏറെ നിർണായകമാകുന്നത്. ബാറ്റിങ്ങിന്റെ കാര്യത്തിൽ ക്ലാസിനായാലും എല്ലാ രീതിയിലും അവർക്ക് മികച്ച ഒരു ബാറ്റിംഗ് നിര എനിക്ക് തോന്നുന്നു സൺറൈസേഴ്സിനുണ്ട്. മറുവശത്തും കുറവല്ല. പവൽ എന്നുള്ള വെസ്റ്റ് ഇന്ത്യൻ താരം, കൂടാതെ ഹെറ്റ്മയർ അടങ്ങ് സഞ്ജു വി സാംസൺ നയിക്കുന്ന സഞ്ജു വി സാംസന്റെ ബാറ്റിംഗ്, ഇതെല്ലാം ജയ്സ്വാളിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട്. അപ്പൊ അതെല്ലാം തന്നെ നോക്കുമ്പോൾ ഒരു രീതിയിൽ ഒരു തുല്യ ശക്തികൾ ഏറ്റുമുട്ടുന്ന ഒരു പ്രതീതിയായിരിക്കും ഇന്ന് ഉണ്ടാവുക. ടോസ് വളരെ നിർണായകമായിരിക്കും. പ്രത്യേകിച്ച് ചെന്നൈയിൽ ആദ്യം ബാറ്റ് ചെയ്ത് നല്ലൊരു സ്കോർ പടുത്തുയർത്തുകയാണെങ്കിൽ രണ്ടാമത് ചേസ് ചെയ്ത് ആ സ്കോർ മറികടക്കുക എന്നുള്ളത് ദുർഘടകമായിരിക്കും. അത് മാത്രമല്ല ഒരു സ്പിന്നറെ കൂടെ ടീമിൽ ഉൾപ്പെടുത്തുമോ? ഇരു ടീമുകളും നോക്കുകയാണെങ്കിൽ മാർക്കൻഡേ എന്നുള്ള ലെഗ് സ്പിന്നർ സൺറൈസേഴ്സ്, കൂടാതെ മഹാരാജ് എന്നുള്ള സൗത്ത് ആഫ്രിക്കൻ ലെഗ് സ്പിന്നർ രാജസ്ഥാൻ റോയൽസ്. ഇതെല്ലാം ആ പിച്ചിന്റെയും അവിടുത്തെ സാഹചര്യം അനുസരിച്ചായിരിക്കും ടീം മാനേജ്മെന്റ് തീരുമാനിക്കുക. എന്തായാലും ഇന്നത്തെ മത്സരം തീർത്തും വിജയിച്ചു വന്ന രാജസ്ഥാന് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കുന്നു. കാരണം പരാജയത്തിൽ നിന്നാണ് സൺറൈസേഴ്സ് വരുന്നത്. അത് മാത്രമല്ല ഒരു പരിധിവരെ സ്വന്തം തട്ടകമാണ് ചെന്നൈ എന്ന് വിശേഷിപ്പിക്കുന്നത്. കാരണം അതിന്റെ ഉടമസ്ഥരെല്ലാം തന്നെ ചെന്നൈക്കാരാണ്. അതുകൊണ്ട് തീർത്തും ആരാധകരും ചെന്നൈക്ക് കൂടുതൽ ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്നത്തെ മത്സരം തീർത്തും ആർക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. എങ്കിൽ തന്നെയും നല്ലൊരു മത്സരം തീർച്ചയായിട്ടും ഇരു ടീമുകളിലും ഏറ്റവും മികച്ച താരങ്ങൾ അടങ്ങിയ ടീമുകളാണ്. അതുകൊണ്ട് നല്ലൊരു മത്സരം തന്നെ നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. അതുമാത്രമല്ല സാർ, കാരണം നമുക്കറിയാം ഇന്നത്തെ മത്സരം നടക്കുന്നത് ചെന്നൈ സ്റ്റേഡിയമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവിടെ അശ്വിൻ രാജസ്ഥാൻ നിരയിലുണ്ട്. ഒരു സ്പിന്നർ എന്ന നിലയിൽ സ്പിന്നിനെ അനുകൂലിക്കുന്ന പിച്ചാണ്. മാത്രമല്ല അശ്വിന് ഇവിടെ മികച്ച രീതിയിലൊരു പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുമെന്ന് ആരാധകരടക്കം വിശ്വസിക്കുന്നുണ്ട്. അത് മാത്രമല്ല അശ്വിൻ സഞ്ജുവിനെ കുറിച്ച് അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. സഞ്ജു തീർത്തും സമ്മർദ്ദമില്ലാത്ത നായകനാണ്. കാരണം എത്ര പരിധിയോളം റൺസ് വിട്ടുകൊടുത്താൽ പോലും ബൗളർമാർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു ക്യാപ്റ്റനാണ്, നായകനാണ് സഞ്ജു സാംസൺ എന്ന രീതിയിലും അശ്വിന്റെ ഭാഗത്തു നിന്നൊരു ഒരു വിലയിരുത്തൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇരു താരങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ അശ്വിൻ എത്രത്തോളം സ്വാധീനമായിരിക്കും ചെലുത്തുക? അദ്ദേഹത്തിന്റെ ആ ഒരു മെച്യൂരിറ്റി, പ്രത്യേകിച്ച് ഈ അശ്വിനെ പോലെയുള്ള മുതിർന്ന താരങ്ങൾ അദ്ദേഹത്തിന് സഞ്ജു വി സാംസനെ ഒക്കെ നയിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പല മത്സരങ്ങളിലും സാധിച്ചത്. അത് മാത്രമല്ല കഴിഞ്ഞ മത്സരത്തിലെ പെർഫോമൻസ്, അശ്വിൻ മാൻ ഓഫ് ദ മാച്ച് ആവുന്നു. അദ്ദേഹത്തിന്റെ ആ ബോളിംഗ് മികവ് അതിലും അനുകൂലമായിരിക്കും ഒരുപക്ഷെ ഇന്ന് ചെപ്പോക്ക് ഗ്രൗണ്ടിൽ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് മറുവശത്ത് ഒരിക്കലും നമുക്ക് എഴുതി തള്ളാൻ പറ്റാത്ത താരങ്ങളാണ് സൺറൈസേഴ്സിനുള്ളത്. എങ്ങനെയാണ് പ്രത്യേകിച്ച് T20 ഫോർമാറ്റ് ആവുമ്പോൾ എങ്ങനെയാണ് ബാറ്റർമാർ സ്പിന്നർമാരെ നേരിടുക എന്നുള്ളത് ഒരു നിർണായകമാണ്. അശ്വിനെ പോലെയുള്ള ബോളർമാരെ അറ്റാക്ക് ചെയ്ത് കളിക്കുക വളരെ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിൽ തന്നെയും അശ്വിന്റെ സാന്നിധ്യം രാജസ്ഥാൻ റോയൽസിന്, പ്രത്യേകിച്ച് സഞ്ജു വി സാംസൺ നയിക്കുന്ന ടീം ആയതുകൊണ്ട് കൂടുതൽ കോൺഫിഡൻസോട് കൂടി കളിക്കാനായിട്ട് താരങ്ങൾക്ക് സാധിക്കുന്നു. അത് മാത്രമല്ല അശ്വിന്റെ പെർഫോമൻസും വളരെയേറെ മുന്നിലാണ്. അപ്പൊ സഞ്ജു വി സാംസണ് പൂർണ്ണ പിന്തുണ അശ്വിൻ നൽകുന്നതെങ്കിൽ ആ ടീമിന്റെ കോമ്പിനേഷൻ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വളരെ വ്യക്തമാണ് സാർ. എന്തായാലും ഇന്ന്
മികച്ചൊരു പ്രകടനം നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ഇന്ന് കൊൽക്കത്തയുടെ എതിരാളികളെ ഇന്നത്തെ മത്സരത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. രാജസ്ഥാനോ അല്ലെങ്കിൽ ഹൈദരാബാദോ ഇന്ന് ജയിക്കുകയാണെങ്കിൽ ഈ ഇരു ടീമുകളിൽ നിന്ന് ഒരു ടീം ഫൈനലിൽ പ്രവേശിക്കും. കൊൽക്കത്തയുമായി ഫൈനലിൽ നേരിടും. എന്തായാലും മികച്ചൊരു മത്സരം ഇന്ന് കാണാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഏതായാലും നമുക്ക് വിശദ വിവരങ്ങൾ തന്നത് BCCI മാച്ച് റഫറിയും ക്രിക്കറ്റ് നിരീക്ഷകമായ പി രംഗനാഥനാണ്. എന്തായാലും IPL ആവേശം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ വീണ്ടും കാണാം. നമസ്തേ.